55-നും 60-നൊന്നും ബേഡ്സിനെ ഒരു രീതിയിലും കിട്ടാത്തൊരവസ്ഥയിലേക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനാണ് കേട്ടോ. കാരണം പുറമേയുള്ള എൻ്റെ പല ഫ്രണ്ട്സും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പല ഫ്രണ്ട്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ ബേഡ്സിൻ്റെ മാർക്കറ്റ് എന്താണെന്നും നമുക്കിപ്പോൾ പോറ്റാൻ കഴിയുമോ എന്നൊക്കെ. അപ്പം അതിനെ പറ്റിയൊരു വീഡിയോസ് ആട്ടത്. ഇപ്പോൾ ദയവേത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിലവിലുള്ള മാർക്കറ്റും മുമ്പത്തെ മാർക്കറ്റും ഇനി വരാൻ പോകുന്ന മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഞാൻ വീഡിയോ ലൈറ്റ് ആക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പം മുമ്പത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊറോണന് മുമ്പത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു എക്സാമ്പിളാണ് സൺകുനോഴ്സിന്. കാരണം വെച്ചാൽ നമ്മൾ ബേഡ്സിനെ ബ്രീഡ് ചെയ്യുന്ന മിക്ക ആൾക്കാരും സ്വപ്നമാണ് ഈ സൺകുനൂർ ആണ് ബേഡ്. ആ സമയത്ത് കേട്ടോ, എൻ്റെ ആ ഒരു സമയത്ത്. കാരണം വെച്ചാൽ അത്രയും റേറ്റ് ആണ്, 45 റുപ്യ 50 റുപ്യ എന്നൊക്കെ പറയുമ്പോൾ ആ റേറ്റൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല ആ ബേഡിനെ വാങ്ങൽ. അങ്ങനെ നമ്മൾ കൊറോണ മുമ്പ് ആ റേറ്റിന്, കാരണം വെച്ചാൽ അന്ന് ഈ സൺകുനൂറിന്റെ ചിക്കൻ ആയിക്കോട്ടെ 20 റുപ്യ 12 റുപ്യൊക്കെ ഹാൻഡ് ഫീഡ് ചിക്കൻ റേറ്റ് ഉണ്ട്. ആ റേഞ്ചിൽ റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ കൊറോണ സമയത്ത് ആ റേറ്റ് ഭയങ്കരമായിട്ട് ഹൈക്കായി. ഭയങ്കര ഹൈക്കായി എന്ന് വെച്ചാൽ 55-നും 60-നൊന്നും ബേഡ്സിനെ ഒരു രീതിയിലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി. ബ്രീഡിംഗ് ബേഡ്സിനൊക്കെ 55-നും 60-നും 65-നും വരെ വിറ്റ് കുറേ ബ്രീഡർമാരെ എനിക്കറിയാം. അപ്പം ആ ഒരു റേഞ്ചോളം എത്തിപ്പോയി സൺകുനോർസിന്റെ. പിന്നെ അതൊരു സ്റ്റഡി ആയ മാർക്കറ്റ് അല്ലായിരുന്നു, ഒരു സ്റ്റേബിൾ ആയ മാർക്കറ്റ് അല്ലായിരുന്നു. അതേപോലെ തന്നെ ആ സമയത്ത് ഹാൻഡ് ഫീഡ് ചിക്കൻ ആയിക്കോട്ടെ, കാരണം അന്നൊന്നും ഇതിന്റെ അവൈലബിലിറ്റി പറ്റ കുറഞ്ഞു പോയി. കാരണം എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നിന്ന് എടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ ആൾക്കാർ അറിയാലോ, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം ഇവർ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് എന്റർടൈൻമെന്റ് വേണ്ട വെച്ചിട്ടാണ് ഇവർ ബേഡ്സിന് ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയത്. അന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു ഫീൽഡ്, അതായത് ബേഡ്സിന് പെറ്റ്സ് നന്നായൊരു ഫീൽഡ് ഉണ്ടെന്ന് പലരും മനസ്സിലാക്കി തന്നെ. അതുവരെ എല്ലാവരും വർക്ക് എടുക്കുന്നു പോകുന്നു, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ അത് പോവുകയായി ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ആ ഒരു കൊറോണ സമയത്താണ് ഇത്ര നല്ലൊരു ഫീൽഡ് ഉണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അമിതമായി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇന്നത്തെ ഈ മാർക്കറ്റ് ഡൗണിലുള്ള കാരണം. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് എടുത്ത പലരുടെയും, ഇപ്പോൾ സൺകുനൂർ ആയിക്കോട്ടെ, പല ബേഡ്സ് ആയിക്കോട്ടെ, കൊക്കോട്ടൈൽസ് കൊനൂർസ് ഒക്കെ ആയിക്കോട്ടെ, അന്ന് എടുത്തോരത് വെറുതെയെങ്കിലും വിരിഞ്ഞിറങ്ങാൻ തുടങ്ങി ബേഡ്സുകളൊക്കെ, അല്ലേ? അപ്പം വെറുതെ വിരിഞ്ഞിറങ്ങിയ സമയത്ത് മാർക്കറ്റിൽ അതിന്റെ അവൈലബിലിറ്റി വളരെയധികം കൂടിപ്പോയി. ഇപ്പൊ സൺകുനൂറാണ് അന്ന് എല്ലാവരും പ്രകടത്. കാരണം അന്ന് സൺകുനൂർ അത്രയും മാർക്കറ്റിൽ പേടാ. അപ്പൊ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ആ ഡിമാൻഡുള്ള ഐറ്റത്തിന് എന്ത് ചെയ്യും, ആൾക്കാർ എപ്പോഴും കസ്റ്റമേഴ്സ് കയറും. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നേരെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് സൺകുനൂർസിന് മേലെ. പക്ഷെ അത് കാലാകാലങ്ങളായി നമുക്ക് അറിയാം, സൺകുനൂർസ് ഒരു എഗ്ഗിലൊക്കെ വെച്ചാൽ 4 ചിക്കോ 5 ചിക്കൊക്കെ വിരിഞ്ഞിറങ്ങും. അപ്പൊ ഈ 5 ചിക്കൊക്കെ വിരിഞ്ഞിറങ്ങിയാൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു വട്ടം മേടിച്ച ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമ്മുടെ കൈ കിട്ടും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരും ഈ സൺകുനൂറിലേക്ക് എന്ത് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ കൊറോണ ബാക്ക് ടു വർക്ക്, അത് കൊറോണ കഴിഞ്ഞ ശേഷം ബാക്ക് ടു വർക്ക് എന്നുള്ള സ്ഥിതി, അതിൽ ബാക്ക് ടു ഓഫീസ്, തിരിച്ച് നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്താണ് ഇവർക്ക് നോക്കാൻ പറ്റാണ്ട് അതിൽ ഇവരെല്ലാവരും കൃത്യ പൈസ കൊടുത്തു തുടങ്ങി. അതാണ് ഇന്നത്തെ മാർക്കറ്റ് ഫ്ലക്ച്വേഷന് ഏറ്റവും വലിയ കാരണം. ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഏറ്റവും വലിയ കാരണം വെച്ചാൽ അതാണ്. കാരണം സാധനത്തിന്റെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി. അതായത് സൺകുനൂർ ആയിക്കോട്ടെ, കോക്കറ്റൈൽസ് ആയിക്കോട്ടെ, ഫിഞ്ചസുകളായിക്കോട്ടെ, എല്ലാത്തിനും അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി. അപ്പം എന്ത് ചെയ്ത് ഒരു സാധനം മാർക്കറ്റിൽ അവൈലബിലിറ്റി കൂടിയാൽ ഓൾമോസ്റ്റ് അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഇന്നത്തെ ഈ ഒരു നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗണിലേക്ക് പോയത് ബേഡ്സിന്. പക്ഷെ സ്റ്റിൽ പല ബേഡ്സും പല വലിയ ബേഡ്സുകൾക്ക് ഇന്നും മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ആമസോൺ, അതേപോലെ തന്നെ ഗ്രേ പാരക്കറ്റ്, ബിയാൻജി, ബ്ലൂ ആൻഡ് ഗോൾഡ്, മെക്കാവോസ്, അങ്ങനത്തെ ബേഡ്സിന് ഇന്നും മാർക്കറ്റ് ഉണ്ട്, സ്റ്റിൽ അവൈലബിൾ. അതിന് വലിയ കോട്ടം സംഭവിച്ചിട്ടില്ല. ഏറ്റവും കോട്ടം സംഭവിച്ചത് ഈ ഒരു സൺകുനൂറാണ് ബേഡ്സിന്, എൻ്റെ അറിവിൽ. കാരണം എന്താ വെച്ചാൽ 45-നും 50-നൊക്കെ മേടിച്ചവർ ഇന്നിപ്പോൾ സങ്കടപ്പെടണം. കാരണം 13 രൂപയ്ക്ക് വരെ ബ്രീഡിംഗ് പറയുന്നത്. ഞാൻ ചെന്നൈയുള്ള രണ്ട് ഫ്രണ്ട് ഓരോട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഓര് പറയാം, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ എന്നോട് പറഞ്ഞ് ഇപ്പോൾ ബ്രോയ്ക്ക് വേണമെങ്കിൽ ഞാൻ 12 രൂപയ്ക്ക് ഞാൻ ബ്രീഡിംഗ് പേരിന് തരാമെന്ന്. അപ്പം അത്രത്തോളം ഡൗൺ ആയി പോയി. അപ്പൊ ഈ എടുത്ത് ഞങ്ങളൊക്കെ എന്ത് ചെയ്യും, ഞാനൊക്കെ എടുത്ത ചില റെഡ് ഡോമിനന്റ് ആയിക്കോട്ടെ, യെല്ലോ ഡോമിനന്റ് ആയിക്കോട്ടെ, അന്ന് ചില്ലറ പൈസക്ക് എടുത്തല്ലോ, നല്ല ഫണ്ട് നോക്കിയിട്ട് എടുത്തത്. അപ്പം ഇപ്പോൾ നിലവിലുള്ള ആ ഒരു മാർക്കറ്റ് ഡൗണിങ്ങിന് കാരണമാണ്. ഇനി ഇപ്പൊ ഞാനിപ്പോഴത്തെ മുമ്പത്തെ മാർക്കറ്റാണ് കേട്ടോ ഇതിലൂടെ പറഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് ഫ്യൂച്ചർ നല്ല മാർക്കറ്റ് വരുന്നൊക്കെ പ്രതീക്ഷിക്കാം. മുമ്പത്തെ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് കൂടാനും കാരണം കൊറോണയാണ്, മാർക്കറ്റ് കുറയാനും കാരണം കൊറോണയാണ്. ഈ രണ്ട് കേസിനും കാരണം കൊറോണയാണ്. ഓക്കെ, കൊറോണ ഒരു വില്ലനെ പോലും ഒരു നായകനെ പോലും സ്റ്റിൽ അതേപോലെ തന്നെ ഉണ്ട്.
അപ്പം ഇനി നിലവിലുള്ള മാർക്കറ്റും അതേപോലെ തന്നെ വരാൻ പോകുന്ന മാർക്കറ്റിനെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയി പറയുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വ്യൂവേഴ്സിന് വലിയ ലോങ് വീഡിയോസിനോട് താല്പര്യമില്ല, ഷോർട്ട് വീഡിയോസ്, അതൊന്നാണ് ഷോർട്ട് ആക്കുന്നത് വീഡിയോസ്. അപ്പം ഈ ഒരു മാർക്കറ്റ് കണ്ടിട്ട് പല ഫ്രണ്ട്സ് നല്ല പേടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ വല്ല വിഷയോ കാര്യങ്ങളോ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും. അപ്പം അതിനെ പറ്റിയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റിനും കയറാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാരണം ഇപ്പോൾ പല ഫാമുകൾ അടച്ചുപോയ സ്ഥിതിക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ എന്തായി തുടങ്ങിയിട്ടുണ്ട്, ഷോർട്ടായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പല എൻക്വയറീസും വരാറുണ്ട്, പല സാധനങ്ങൾ ഷോർട്ടായി തുടങ്ങിയിട്ടുണ്ട്, ബേഡ്സൊക്കെ ഷോർട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഒരു മാർക്കറ്റ് വരുന്ന പ്രതീക്ഷിക്കാം. പിന്നെ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പറയുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്തോളൂ, നല്ലൊരു ഫീൽഡാണ്. പിന്നെ നിങ്ങളിത് ബിസിനസ് ആയിട്ട് ഒരിക്കലും കാണരുത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരിക്കലും ബിസിനസ് ആയി കാണുന്നത്. നിങ്ങളൊരു പാഷൻ്റെ പുറത്താണെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളും. നാളെ നിങ്ങൾക്ക് പ്രൊഫഷൻ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉള്ളൊരു ബിസിനസ് ആവും. അല്ലാണ്ട് നമ്മൾ ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു ചിക്കൊക്കെ ഡെഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തരത്തിലുള്ള ഇറിറ്റേഷൻസ് സംഭവിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിയാം ഇതിപ്പോൾ വെറുതെയാണ് ചെയ്യുന്നത്. ഈ ഫീൽഡിൽ സർവ്വസാധാരണമാണ് മരണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരിക്കലും തളർത്താനില്ല. കാരണം ഇത് നിങ്ങൾക്ക് വായോർന്ന് പറയാൻ കഴിയില്ലല്ലോ എനിക്ക് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണെന്നൊന്നും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ അത്രത്തോളം കെയറിങ് കൊടുത്താൽ മാത്രമേ ഇവരെ ഡിസീസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ വെറുതെ വന്ന് ഫുഡ് കൊടുത്ത് പോവാതെ മാക്സിമം നമ്മൾ ഇവരിലേക്കുള്ള ആ ഒരു ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് വെച്ചാൽ മുമ്പത്തെ മാർക്കറ്റിനെ പറ്റിയാണ്. ഇനി വരാൻ പോകുന്ന മാർക്കറ്റും നിലവിലുള്ള മാർക്കറ്റും പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പാർട്ട് 2 പോലെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടാൻ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എന്നെ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ.